നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. US ഇസ്രയേൽ ഇറാൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും ഖാർഗ ദ്വീപിലേക്ക് നീളുന്നു. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്ന ഈ മേഖലയെ തകർത്താൽ ഇറാനെ പ്രതിസന്ധിയിലാക്കാമെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. ഖാർഗ ദ്വീപിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇറാന്റെ കിരീടത്തിലെ മുത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ദ്വീപാണ് ഖാർഗ്. യുദ്ധം ആരംഭിച്ച് 13 ദിവസം വരെയും ഇവിടേക്ക് ആക്രമണമൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ 14ാമത്തെ ദിവസം ഇവിടേക്ക് US സെൻട്രൽ കമാൻഡോസ് എത്തി എന്നാണ് ട്രംപ് തന്നെ പറഞ്ഞത്. 3ാം ആഴ്ചയിലേക്ക് കടക്കുന്ന സംഘർഷത്തിൽ ഖാർഗ് ദ്വീപിന് നേരെയുണ്ടായ ആക്രമണം സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കിയേക്കും എന്നാണ് വിലയിരുത്തൽ. അവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും നിലവിൽ കുതിച്ചുയരുന്ന ആഗോള എണ്ണവിലയെ നിയന്ത്രണാതീതമാക്കുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിൽ US-ഉമായോ ഇസ്രയേലുമായോ ബന്ധപ്പെട്ട വ്യാപാര കപ്പലുകളെയും എണ്ണ ടാങ്കറുകളെയും ഇറാൻ ലക്ഷ്യമിടുന്നതിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഖാർഗ് ദ്വീപിൽ US സൈന്യം എല്ലാ സൈനിക ലക്ഷ്യങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കിയതായും മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബിംഗ് റെയ്ഡുകളിലൊന്നാണ് നടന്നതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അവകാശപ്പെട്ടു. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ഇറാൻ തുടരുകയാണെങ്കിൽ ദ്വീപിന്റെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ US ആക്രമണങ്ങൾ വിമാനത്താവള സൗകര്യങ്ങളിലും ദ്വീപിലെ റൺവേയിലും പതിക്കുന്നതായി കാണിക്കുന്നു. വലിയ സ്ഫോടനങ്ങളും കറുത്ത പുകയും ഇവിടെ ദൃശ്യമാണ്. സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ, ജോഷൻ സീ ബേസ്, വിമാനത്താവള നിയന്ത്രണ ടവർ, ഹെലികോപ്റ്റർ ഹാംഗർ എന്നിവയുൾപ്പെടെയുള്ള സൈനിക സ്ഥാനങ്ങളെയാണ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത്. എന്നാൽ ഖാർഗ് ദ്വീപിൽ 15-ലധികം സ്ഫോടനങ്ങൾ കേട്ടെങ്കിലും US ആക്രമണങ്ങളിൽ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഇറാന്റെ സ്റ്റേറ്റ് ലിങ്ക്ഡ് ഫാൾസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലും ഇറാൻ ക്രൂഡ് കയറ്റുമതി തുടരുക തന്നെയാണ്. അതേസമയം ഇറാനിയൻ ആക്രമണങ്ങളെ ഭയന്ന് മറ്റ് നിരവധി ഗൾഫ് രാജ്യങ്ങൾ കയറ്റുമതി നിർത്തിവെച്ചു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി തന്റെ ആദ്യ പൊതുപ്രസ്താവനയിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് പ്രതിജ്ഞയെടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. അയൽ രാജ്യങ്ങൾ അവരുടെ പ്രദേശത്തെ US സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണമെന്നും അല്ലെങ്കിൽ ഇനിയും ആക്രമണമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖാർഗ് ദ്വീപിൽ US ആക്രമണം ഉണ്ടായത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഖാർഗ് ദ്വീപിൽ നിന്നാണ്. അതിനിടെ USS ട്രിപ്പോളി മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടു. ഇറാനോട് കീഴടങ്ങാൻ ട്രംപ് ആവശ്യപ്പെട്ടു. ഇറാൻ സൈന്യം ആയുധം താഴെ വെക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ടാങ്കറുകളെ US നാവികസേന ഉടൻ അകമ്പടി സേവിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഖാർഗ് ദ്വീപിലെ US ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിൽ US-ഉമായി സഹകരിക്കുന്ന എല്ലാ എണ്ണ കമ്പനികളുടെ കേന്ദ്രങ്ങൾക്കു നേരെയും പ്രത്യാക്രമണം നടത്തുമെന്നാണ് ഇറാൻ സായുധ സേനയുടെ മുന്നറിയിപ്പ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ ബോംബിംഗ് നടത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നത് ഖാർഗ് ദ്വീപിലാണ്. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായാണ് ഖാർഗ് ദ്വീപിനെ കണക്കാക്കുന്നത്. ഇവിടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും ബോംബിംഗിൽ നശിപ്പിച്ചു എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അതേസമയം ദ്വീപിൽ 15-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായെങ്കിലും എണ്ണയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായില്ല എന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാൾസ് റിപ്പോർട്ട് ചെയ്തു. ഖാർഗ് ദ്വീപിൽ നടന്ന US ആക്രമണത്തിൽ ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങളടക്കം തകർന്നതായാണ് റിപ്പോർട്ട്. ദ്വീപിലെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ, എയർപോർട്ട് കൺട്രോൾ ടവർ, ഹെലികോപ്റ്റർ ഹാംഗർ തുടങ്ങിയവയാണ് തകർന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഖാർഗ് ദ്വീപ് ആക്രമിക്കപ്പെട്ടാലോ പിടിച്ചെടുക്കപ്പെട്ടാലോ അത് ഇറാന്റെയും ലോകത്തിന്റെ സാമ്പത്തിക ഊർജ്ജ മേഖലയിലേക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നിലവിലെ ഇസ്രയേൽ-ഇറാൻ സംഘർഷത്തിൽ ഖാർഗ് ഒരു ചുവപ്പുരേഖയാവുന്നതിന് പിന്നിലും ഇതാണ് കാരണം. ഖാർഗ് ആക്രമിക്കപ്പെട്ടാൽ മുന്നിലുള്ള പ്രത്യാഘാതങ്ങൾ ഏറെയാണ്. ഒന്ന്, ഇറാന്റെ എണ്ണ കയറ്റുമതി തകരും. ഖാർഗ് ദ്വീപ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്നു. ആക്രമണം നടന്നാൽ എണ്ണ ലോഡിംഗ് ഉടൻ നിർത്തിവെക്കപ്പെടും. ഇറാന്റെ ദൈനംദിന കയറ്റുമതി ചിലപ്പോൾ 1.6 മില്യൺ ബാരൽ അല്ലെങ്കിൽ 3-4 മില്യൺ വരെ പൂർണ്ണമായോ ഭാഗികമായോ നിലയ്ക്കും. ഇറാന്റെ എണ്ണ ഉൽപാദനവും ബാരൽ ക്രൂഡ് പ്ലസ് കണ്ടൻസേറ്റ് ഏകദേശം 3.3 മില്യൺ ബാരൽ ക്രൂഡാണുള്ളത്.
ഇത് പകുതിയിലധികമോ അതിലധികമോ കുറയാം. ഉൽപാദനം പകുതിയായേക്കാമെന്നാണ് JP മോർഗൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകരും. യുദ്ധച്ചെലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകുന്നതോടെ ആഭ്യന്തര അസ്ഥിരതയും വർദ്ധിക്കാം. രണ്ടാമത്, ആഗോള എണ്ണവില കുത്തനെ ഉയരും. ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 4.5% സംഭാവന ചെയ്യുന്നത് ഇറാനാണ്. അതെല്ലാം കാർഗോ വഴിയാണ് നടക്കുന്നതും. ആക്രമണം നടന്നാൽ ഒന്നുകിൽ എണ്ണ വിതരണം താൽക്കാലികമായി തടസ്സപ്പെടും, അല്ലെങ്കിൽ ടെർമിനലിന് സ്ഥിരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കും. എന്ത് സംഭവിച്ചാലും ആഗോള എണ്ണ വിതരണത്തെ ഇത് പ്രതിസന്ധിയിലാക്കും. നിലവിൽ യുദ്ധം മൂലം ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $92 മുതൽ $120 വരെ എത്തിയിട്ടുണ്ട്. ഇത് $120 മുതൽ $150 വരെ എത്തിയേക്കാമെന്നാണ് പ്രവചനം. കാർഗോ തകരുകയാണെങ്കിൽ ഇത് വീണ്ടും വർദ്ധിക്കും. തൽഫലമായി ഇന്ത്യ, ചൈന, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ പെട്രോൾ, ഡീസൽ വില വൻതോതിൽ ഉയരും. ഇന്ത്യയിൽ 120 മുതൽ 150 രൂപ വരെ ലിറ്ററിന് മുകളിൽ എത്തിയേക്കാമെന്ന് സൂചനകളുണ്ട്. മൂന്നാമതായി, ഇറാൻ പ്രതികാരം നടത്തിയാൽ യുദ്ധം പ്രവചനാതീതമായിരിക്കും. കാർഗോ ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ ഒരിക്കലും വെറുതെയിരിക്കില്ല. പ്രതികാരമായി സൗദിയിലെയും UAEയിലെയും ഉൾപ്പെടെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വയ്ക്കും. എണ്ണ കൈമാറ്റം തടസ്സപ്പെടുന്നത് വലിയ സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധിയിലേക്കാവും ലോകത്തെ നയിക്കുക. ലോകരാജ്യങ്ങൾക്ക് അതിനെ മറികടക്കുന്നത് വലിയ ബാധ്യതയാകും. അതും മുന്നിൽ കണ്ടുകൊണ്ടാണ് കാർഗോ ഇത്രയും നാളും സുരക്ഷിതമായി പിന്തുടരുന്നതിന് പിന്നിലെ കാരണവും. കാർഗോ ദ്വീപിനെതിരായ ആക്രമണം ആഗോള എണ്ണ വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കും. കാർഗോ ദ്വീപിനെതിരെയുള്ള ആക്രമണം ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാൻ കാരണമാകും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് ഈ ദ്വീപ്. ഹോർമൂസ് ആകട്ടെ ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാർഗോ ദ്വീപിനെ തകർത്താൽ അത് യുദ്ധാനന്തരം പ്രാദേശിക ഊർജ്ജ യുദ്ധത്തിലേക്കാകും വഴിതെളിയിക്കുക. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇറാൻ ഇതിനോടകം തന്നെ ഹോർമൂസ് അടച്ചിട്ടുകൊണ്ട് പ്രതികാര നടപടികളിലേക്ക് കടന്നുകഴിഞ്ഞു. ഇതിലൂടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടു. പിന്നാലെ ആഗോള ഊർജ്ജ വിതരണത്തിൽ ക്ഷാമം നേരിടുകയോ വില കുത്തനെ ഉയരുകയോ ചെയ്തു. ഷിപ്പിംഗ് ഇൻഷുറൻസിലും വലിയ വർധനവാണ് ഉണ്ടാവുക. ഇറാനിൽ നിന്നുള്ള വില കുറഞ്ഞ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമാണ് ചൈന. ഇറാനിൽ നിന്നുള്ള എണ്ണ വിതരണം നിലച്ചാൽ ചൈനയ്ക്ക് കൂടിയ വിലയ്ക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. ചൈന മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഇതേ പ്രതിസന്ധിയാകും നേരിടുക. ഇറക്കുമതി ചെലവ് കൂടുന്നത് ഇന്ധനവില വർധനവിലാവും പ്രതിഫലിക്കുക. ഇന്ധനവിലയിലെ വർധന സാമ്പത്തിക വളർച്ചയെ ബാധിക്കാം. നിലവിൽ ദക്ഷിണേഷ്യയിലേക്കുള്ള എണ്ണ വിതരണം താറുമാറായിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ ഇതിന്റെ പ്രത്യാഘാതം നേരിടുന്നുണ്ട്. തൽക്കാലം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. എന്നാൽ യുദ്ധം റഷ്യൻ ക്രൂഡിനുള്ള ആവശ്യകത വർദ്ധിപ്പിച്ചേക്കാം. ഇത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US-ന്റെയും യൂറോപ്പിന്റെയും ശ്രമങ്ങളെ പരാജയപ്പെടുത്തും. ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്. കാർഗോ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ ടെർമിനൽ തുടർച്ചയായി ആക്രമിക്കപ്പെടണം. ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ പോലും ഇത്തരത്തിലുള്ള ആക്രമണം കാർഗിന് മേൽ നടന്നിട്ടില്ല. കാരണം കാർഗോ ആക്രമിക്കപ്പെടുന്നത് ഇറാനെ സാമ്പത്തികമായി ബാധിക്കുമെന്നത് ഒരു വശത്തുണ്ട്. അതേസമയം ആഗോള എണ്ണവിലയിലും ഊർജ്ജ സുരക്ഷയിലും ഉണ്ടായേക്കാവുന്ന അതിന്റെ ആഘാതം വലുതാണ്. അമേരിക്കയെയും ഇസ്രയേലിനെയും പോലും അത് ബാധിക്കും. അതുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് US-ഉം ഇസ്രയേലും കാർഗിനെ ഒഴിവാക്കിയിരിക്കുന്നത്. യുദ്ധം മൂലം താറുമാറായ ആഗോള ഊർജ്ജ വിപണിയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാനാണ് ഇതുവരെ ദ്വീപിനെ ആക്രമിക്കുന്നതിൽ US വിട്ടുനിൽക്കുന്നത്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കാർഗോ ദ്വീപിന്റെ ഭാവി എന്താകുമെന്നത് ആഗോള സാമ്പത്തിക രംഗത്തെയും യുദ്ധത്തിന്റെ ഗതിയെയും നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. അതായത് കാർഗോ ടെർമിനൽ ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നതാണ് ചുരുക്കം. മലയാളി വാർത്ത പ്ലസ്.